ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് വിസ്മു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണം എക്സാം മാർക്ക് റിവീലിംഗ് വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് ചോദിച്ചു എന്തെങ്കിലും സ്റ്റഡി ടിപ്സൊക്കെ പറഞ്ഞു തരാൻ. എനിക്കങ്ങനെ സ്റ്റഡി ടിപ്സായിട്ടൊന്നും പറയാൻ അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡും ടിപ്സും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പഠിക്കുക. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ പഠിക്കുക. അതായത് നമ്മുടെ ഈ പോംഡോറോ ടെക്നിക്ക് പോലെ എന്തെങ്കിലും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പരിചയപ്പെടുത്തരാം. ഇതാണ് ഫെയ്ൻമാൻ ടെക്നിക്ക്. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഏത് ചാപ്റ്ററിൽ എന്ത് ടോപ്പിക്കാണ് നമ്മളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എഴുതുക. അതായത് നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നമ്മൾ അതിനെക്കുറിച്ച് എഴുതുക. അങ്ങനെ നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓൺ സെൻറ്റൻസിൽ അത് എഴുതാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടൻറ്റ് പഠിക്കാനും പറ്റും. ഇതെന്നാൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിപ്പം പഠിക്കുന്നതിൽ മാത്രമല്ല, വേറെ എന്ത് കാര്യത്തിൽ നമുക്ക് ചെയ്യാം. ഇത് കാര്യം നല്ല എഫക്റ്റീവാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊരു ലിസ്റ്റ് പോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരും. മാത്രമല്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ടിക്ക് ഇടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അതാണ് അടുത്ത കാര്യം. പിന്നെ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റീഡ് ദ ടെക്സ്റ്റ് വെരി വെൽ. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് വായിച്ചാൽ മാത്രം നമുക്ക് ചില ക്വസ്റ്റ്യനൊക്കെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ഇച്ചിരി ഡിഫിക്കൽട്ടായി, നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. ഡിഫിക്കൽട്ട് അതിനെ കുറച്ച് ഡിഫറൻ്റ് ആയി. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് നല്ലോണം വായിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്വസ്റ്റ്യൻ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ടീച്ചേഴ്സും ഗവൺമെൻറ്റൊക്കെ പറയുന്നത്. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റ്, ഈവൻ ദോ മാത്സ് ആയിരുന്നാലും ഫിസിക്സ് കെമിസ്ട്രി അതായത് സയൻസ് സബ്ജക്റ്റ് ആയിരുന്നാൽ പോലും ടെക്സ്റ്റ് വായിക്കുക. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് അല്ലെങ്കിൽ തേർഡ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പഠിക്കാതിരിക്കുമ്പോൾ ഒരു പീസ് അല്ലെങ്കിൽ ഒരു കാമായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതായത് ഈ ഒച്ചയും ബഹളവും അലപ്പവും ഒന്നും അധികം ഇല്ലാത്തൊരു കാമായിട്ടുള്ള പ്ലേസ് പഠിക്കാൻ വേണ്ടി എപ്പോഴും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്കൂൾ കലോത്സവമൊക്കെ വരാറായല്ലോ. അപ്പോൾ എന്തെങ്കിലും മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ലാസ്റ്റ് വർഷമാണ്. എന്തെങ്കിലും കിട്ടിപ്പോയാൽ പോയി. മാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമുക്കത് ഉപകാരപ്പെടുമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞു എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്നൊക്കെ. അപ്പം നമുക്കും, അതായത് എനിക്കും നിങ്ങൾക്കൊക്കെ മാർക്ക് കുറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്ക് ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കാം. അതുകൊണ്ട് അത് ഓർത്ത് ആരും വിഷമിക്കണ്ട. പിന്നെ കിട്ടുന്ന സമയം നമ്മൾ പാഴാക്കി കളയാതെ ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എപ്പോഴും പഠിക്കാതെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റൊക്കെ ബ്രേക്ക് എടുക്കുക. ലൈക്ക് നമ്മുടെ പോംഡോറോ ടെക്നിക്കില്ലേ, അതുപോലെ 25 മിനിറ്റ്സ് സ്റ്റഡിയെങ്കിൽ 5 മിനിറ്റ്സ് ബ്രേക്ക് അതുപോലെ. പിന്നെ അടുത്ത ടിപ്പ് റിവൈസ്. എന്ത് കാര്യം പഠിച്ചാൽ അത് പറ്റാവുന്ന അത്രയും ടൈംസ് റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ അറിയാമെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.